ഹായ് ഫ്രണ്ട്സ്, അബീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് അല്ല, നമ്മളൊരു യാത്ര പോവാണ്. എങ്ങോട്ടെന്നല്ലേ മാളവേ, എങ്ങോട്ടാണ് നമ്മൾ പോണേ? നമ്മൾ UAE നിന്ന് ഒമാൻ പോവാണ്, സലാല. അതെങ്ങനെയാ വീട്ടിൽ പോകുന്നത്? ബൈ റോഡിൽ നമ്മൾ സലാലയ്ക്ക് പോവാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പോകണമെന്നുള്ളൂ. പല പല കാരണങ്ങൾ കൊണ്ട് മാറി പോകാറുണ്ട്. പക്ഷെ ഇത്തവണ എന്തായാലും നമ്മൾ പോവാണ്. കാരണം ഇപ്പോൾ അവിടെ ഖരീഫ് സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇത്തവണ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല വെക്കേഷന്. അപ്പൊ അതിന് പകരം നാടിന്റെ അതേ ആംബിയൻസ് വരുന്ന സലാലയിലോട്ടാണ് നമ്മുടെ ട്രിപ്പ്. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള ആ ഒരു കാര്യങ്ങളും പ്രിപ്പറേഷനൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. പക്ഷെ ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ 1 by 1 ആയിട്ട് പാർട്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ചടപടാന്ന് വരുന്നുണ്ടാവും. പുറകെ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. അത് രാവിലെ എഴുന്നേറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ എവിടെയെങ്കിലൊക്കെ ടൂർ പോകണമെന്ന് പ്ലാൻ ചെയ്ത് കിടക്കാൻ നോക്കി എന്തായാലും ഉറക്കം വരില്ല. അത് പിന്നെ കുട്ടിക്കാലം പോലുള്ള ശീലമാണല്ലോ. ഇപ്പൊ സ്കൂളിൽ നിന്ന് ടൂർ പോകാന്ന് പറഞ്ഞു പിന്നെ കണ്ണിൽ ഈർക്കിളി പോലും വെക്കേണ്ടായിരുന്നില്ല. ക്ലോക്കിലേക്ക് സമയമായെന്ന് നോക്കി അങ്ങനെ ഇരിക്കും. അങ്ങനെ വണ്ടിയിൽ ലഗേജ് കയറ്റി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് 3 മണിക്ക് തന്നെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. കാരണം ഒത്തിരി ലേറ്റ് നൈറ്റ് ആവാതെ നമ്മൾ അവിടെ എത്തുക എന്നുള്ള കേട്ടോ നമ്മുടെ ലക്ഷ്യം. അലൈനിന്ന് മെസ്സിയാദ് ബോർഡർ വഴിയാട്ടോ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ UAE റെസിഡൻസിനാണെന്നുണ്ടെങ്കിൽ വിസയുടെ ആവശ്യമില്ല. എൻട്രി പാസ്സായിട്ട് ഒരു 35 ദിർഹംസ് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മളിപ്പോൾ 3 മണിക്ക് അജ്മാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ നിർത്തിയായിരുന്നു. ആ ഒരു 15 മിനിറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 2.5 മണിക്കൂർ കൊണ്ട് ബസിയാദ് ബോർഡറിലെത്തി. അതിന് തൊട്ട് മുന്നേ പമ്പുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാൻ അവിടെ ഫെസിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പാസ്പോർട്ട് ചെക്കിങ്ങിന് എന്തായാലും പോകണം. അവിടെയും വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ബോർഡർ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, സെക്യൂരിറ്റി റീസൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടുത്തെ കൂടുതൽ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ UAEയുടെയും ഒമാൻ്റെയും ബോർഡർ എല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ ഒമാൻ മണ്ണിൽ കാലുകുത്തിയേക്കുവാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ UAE കമ്പയർ ചെയ്യുമ്പോൾ ഒമാനിൽ ഫ്യൂവൽ പ്രൈസ് ഒത്തിരി കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പെട്രോൾ പമ്പ് കിട്ടും. അവിടെ നിന്ന് ഫ്യൂവലെല്ലാം റീഫിൽ ചെയ്ത് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബോർഡറിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമുക്ക് ഇബ്രി എന്ന് പറഞ്ഞൊരു ടൗൺ കിട്ടും. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇബ്രി ലക്ഷ്യമാക്കി പോവാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഗ്യാസ് സ്റ്റവ് കരുതിയായിരുന്നു കേട്ടോ. കാരണം കൊച്ചുകുഞ്ഞിനാണെങ്കിലും കുറുക്കൊക്കെ കാച്ചി കൊടുക്കണം. പിന്നെ അയൻകുട്ടിക്കും എമ്മിമോക്കും ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നൂഡിൽസോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പിലാട്ടോ നമ്മൾ പോയത്. പിന്നെ ഡെഫിനറ്റ്ലി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഉറക്കം വരാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് പോയത്. പിന്നെ കിട്ടുന്ന പമ്പിൽ നിന്നെല്ലാം ഫ്യൂവൽ റീഫിൽ ചെയ്യുക. കാരണം ചില റോഡിലോട്ടൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത് പമ്പ്സ് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത പമ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് പോവുക. പിന്നെ നമ്മൾ ഇബ്രിയിൽ നിന്ന് ഒരു 4.5 മണിക്കൂർ എടുത്തിട്ട് ഹൈമ എന്ന് പറഞ്ഞ ടൗണിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെയും അടുത്ത ഒരു 4.5 മണിക്കൂർ എടുക്കും സലാലയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രൂ ഔട്ടുള്ള ജേർണി. എപ്പോഴും ഇബ്രിയിലും ഹൈമയിലും നമുക്ക് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ അധികം നമ്മൾ സ്റ്റാൻഡിങ് ക്യാമറ അധികം കണ്ടില്ലെങ്കിലും ഈ പോലീസുകാർ കൊണ്ടുവയ്ക്കുന്ന ക്യാമറ ഇല്ലേ, അത് കുറെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓപ്പോസിറ്റ് നിന്ന് വരുന്ന ചില വണ്ടികൾ നമുക്ക് ഒരു കാരണമില്ലാണ്ട് ഫ്ലാഷ് അടിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് ആദ്യം ദേഷ്യം വന്നു, പിന്നെയാണ് നമുക്ക് അതിന്റെ കാര്യം മനസ്സിലായത്. ഈ ഫ്ലാഷ് അടിച്ചിട്ട് പോകുന്നതിന് പുറകെ തന്നെ നമ്മളൊരു പോലീസ് വണ്ടിയോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ കാണും. അത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർ നമുക്ക് സിഗ്നൽ തരുന്നതെന്ന്. എന്തായാലും സലാല എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാടിന്റെ ഓർമ്മ വന്നു. എത്ര നന്മയുള്ള മനുഷ്യര്. വൈകിട്ട് 7-7:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം സലാല എത്താറായി. ഇനി ഇവിടെ നിന്നൊരു 1 മണിക്കൂർ ട്രാവലുണ്ട്. പക്ഷെ 31 കിലോമീറ്റർ ഉള്ളൂ. പുറത്തെ ക്ലൈമറ്റൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങി. ചൂടൊക്കെ അങ്ങോട്ട് കുറഞ്ഞ് എന്താ പറയാ, പുറത്ത് നല്ല ചാറ്റൽ മഴയും മൂടൽ മഞ്ഞൊക്കെ ആയി തുടങ്ങി. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്തോറും മഞ്ഞിന്റെ ആ കാഠിന്യം കൂടി വന്നു. 0 വിസിബിലിറ്റി വരെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ട്രക്കും ബാക്കിയുള്ള വണ്ടികളെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്പീഡ് കുറച്ച് ശ്രദ്ധിച്ചാട്ടോ വണ്ടി ഓടിച്ചത്. ഈ ഒരു മല കയറിയത് മുതൽ ഇറങ്ങുന്നിടം വരെ നല്ല മൂടൽമഞ്ഞും അത്യാവശ്യം നല്ല രീതിയിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രത്യേക ഫീൽ ആയിരുന്നു കേട്ടോ. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരെ നമുക്ക് കഥ പറഞ്ഞു തരില്ലേ, അതുപോലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നിന്ന് മേഘങ്ങളിലേറി സഞ്ചരിച്ച് പുതിയൊരു ലോകത്തെ ഒരു ഫീൽ ആയിരുന്നു. മൂടൽ മഞ്ഞൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ചുറ്റുമുള്ള മരുഭൂമികൾ മാറി പച്ചപ്പായി, ചൂട് മാറി തണുപ്പായി.
മേഘങ്ങളെല്ലാം കീറി മുറിച്ച് നമ്മുടെ നാട്ടിൽ ലാൻഡ് ചെയ്ത് ഏതോ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീൽ. അങ്ങ് ദൂരെ നമ്മൾ സിറ്റിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടു. നമ്മൾ അവിടുന്ന് പോരുന്നതിന് മുമ്പേ ഇവിടെ നമ്മളൊരു 2 BHK റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതെന്നാണ്. കാരണം റൂമിന്റെ അടുത്ത് അങ്ങനെ വേറെ റെസ്റ്റോറന്റുകളൊന്നും ഇല്ലെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നല്ല അടിപൊളി ഒരു മലയാളി റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള യാത്രയാണ്. 10-15 മിനിറ്റ് ഉണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പൊക്കെ തുടങ്ങിയായിരുന്നു. 8:30 to 9 മണിയായി. കാരണം മഞ്ഞൊക്കെ കാരണം നമ്മൾ നല്ല പതുക്കെയാണ് അവിടെ ക്രോസ് ചെയ്ത് പോകുന്നത്. സീസൺ തുടങ്ങിയത് കൊണ്ട് തന്നെ റോഡ് സൈഡൊക്കെ നല്ല അതിമനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്താണ് ഇവർ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരവേൽക്കുന്നത്. മെയിനായിട്ട് ജൂലൈ ഓഗസ്റ്റ് ഈ 2 മാസമാണ് ഇവിടുത്തെ നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ചെറിയ ചാറ്റൽ മഴയും മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് കിടലൻ ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ തപ്പി വന്ന ഗുലാൻ തട്ടുകട എത്തി. പേര് പോലെ ഒരു തട്ടുകട ഇല്ല കേട്ടോ. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള നല്ല അടിപൊളി ഹൈജീനിക് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആയിരുന്നു. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ നാടൻ ഫുഡിന്റെ ഒരു ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. നോക്കിയപ്പോൾ റൂമിന്റെ അവിടുന്ന് 15 മിനിറ്റ് ഉള്ളൂ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കഴിക്കാന്നുള്ള തീരുമാനത്തിൽ തെങ്ങുംതോപ്പും വാഴത്തോപ്പൊക്കെ കണ്ട് നേരെ റൂമിലേക്ക്. 10-15 മണിക്കൂർ ഡ്രൈവ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ടയർഡാണ്. ഇനി റൂമിൽ ചെല്ലണം, കുളിക്കണം, കിടന്നുറങ്ങണം. വരും ദിവസങ്ങളിൽ സലാലയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്